ഇതിന്റെ കിഴക്ക് ദർശനം ഇതോ? ഓ, ഇങ്ങോട്ടായിരിക്കും. ഇവിടെ തന്നെ. അപ്പം ദർശനം അങ്ങോട്ട്. എത്ര വണ്ടിയിടാം ഇവിടെ. ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കയറ്റിയിട, ഒന്നവിടെ അങ്ങോട്ട് കയറ്റിയിട. ഇത് മതി. ഇവിടെ തന്നെ ചെയ്യാം. ആശാനേ, ആശാനേ, നീ വിളിച്ച് കൂവയൊന്നും വേണ്ടടേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വണ്ടി നീ എങ്ങനെയാണ് ഓട്ടിക്കുന്നത്? ഇടത്തോട്ട് പിടിക്കുമ്പോൾ വലത്തോട്ട് പോകും, വലത്തോട്ട് പിടിക്കുമ്പോ ഇടത്തോട്ട് പോകും. ബ്രേക്കും ഇല്ലടാ ഇല്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ഹാൻഡിൽ എന്തൊരു സ്റ്റക്കടത്! ഇത് എങ്ങനെയാ ഓട്ടിക്കണത്? അത് മാത്രമല്ല, വണ്ടി എന്തൊരു കുടുക്കൂടാ. പെറ്റുവണ്ടിയല്ലേ, ചെക്ക് കുലുക്കം ഉണ്ടാവും. ആ, കുലുക്കമൊക്കെ ഉണ്ടാവും, അത് ശരി തന്നെ. ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക്. ഇതെന്തന് കിളവി കിടക്കണേ? ഇതന് കണ്ട? അയ്യോ, ആയിലും ഗ്രീസൊന്നും ഇല്ലേടെ വണ്ടിയില്. ഗ്രീസും ഓയിലെല്ലാം ചെക്ക് ചെയ്താണ് വരുന്നത്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ എങ്കിലും വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയി. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ശരിയാക്കി. ആശാനൊന്ന് ഇറങ്ങിക്കേ, ഞാനൊന്ന് പോട്ടുന്നേ, എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട്. അപ്പം വണ്ടി ശരിയാക്കണ്ടേ? അത് വേണ്ടെന്ന്. ആശാനൊന്ന് ഇറങ്ങിക്കേ. അല്ല, ഇവിടെ കിടന്ന് ഞാൻ ശരിയാക്കി വെച്ചേക്കാം, അതാണ് ഉള്ളതാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല, ആശാനൊന്ന് ഇറങ്ങിക്കേ. ഓഹോ, ശരി. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്തര് അത്ര തന്നെ. കഷ്ടം തന്നല്ലേ. ഒരു ആട്ടോ പൊളിച്ച് നോക്കാന്ന് വിചാരിച്ചാണ്, ഒത്തിരി. ചേട്ടാ ഇവിടെ വന്നിരിക്കുവാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരെ എത്ര നേരം കൊണ്ട് ഞാൻ പറയണേ ചേട്ടാ. ആ വാടകയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവട്ടെ, എന്നിട്ട് നമുക്ക് ഹെൽപ്പാ. എന്തൊരു സ്വഭാവം ചേട്ടാ ഇത്! എന്തിനു ചേട്ടൻ ഇപ്പൊ വാടക? എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഞാൻ എന്ത് ചെയ്യണം? അത് ആവശ്യം വരുമ്പോ നോക്കിയാ പോരെ, ഇപ്പോഴേ പറയണ എന്തിന്? ഇപ്പഴേ പറയണം. അത് ആവശ്യം വരുമ്പോ നോക്കാം. മക്കളെ, ഈ ശംഖ് ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിടും. ഇത് ശംഖ് ഇതാ, ഇത് മഹാരാജാവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. വാ, നല്ല രഹസ്യം പോളും, നട്ടാ കൊടുക്കാത്ത പോളും. മക്കളെ പുളൊന്നുമല്ല കേട്ടാ. എന്തിനു തന്നത് സമ്മാനമായിട്ട്? മക്കളെ, പണ്ട് മഹാരാജാവിന്റെ കാറുകൾ ഞാനാണ് നന്നാക്കിക്കൊണ്ടിരുന്നത്. മാമന? ഓ, അതിന് അദ്ദേഹം എനിക്ക് തന്ന സമ്മാനമാണ് ഈ ശംഖ്. നല്ല പഷ്ട് സമ്മാനം. എന്തിനു വേണ്ടത്? മാമാ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ട്, തൂക്കിയിട്. ചേട്ടാ ഒരു ഐഡിയ പറയാതെ എവിടെ വെക്കാം? എനിക്ക് അറിഞ്ഞൂടാ രാജാവിന്റെ പുട്ടും കടലേന്ന് വെക്കാനുള്ള സ്ഥലം. നിങ്ങളങ്ങ് വെച്ചാൽ അത് എവിടെയെന്ന് വെച്ചു. എന്തടേ, എനിക്ക് വീട് മാറി വന്നതിന്റെ വിഷമം തീർന്നില്ലേ? അയ്യോ, വീട് മാറി വന്നതിന്റെ വിഷമൊന്നും അല്ല ഇത്. പിന്നെ ഇത് പ്രശ്നം വാടകയാണ്. വാടക? ഓ, ആ വീടിന്റെ വാടക മൊത്തം ചേട്ടന് വേണം. വാടക ഇവന് വേണമെന്നോ? ബസ്റ്റ്. അപ്പൊ ആ പൈസയും പോയി കിട്ടി. അല്ല, പോയ കിട്ടിയെന്ന് മനസ്സിലായില്ല. പോയി കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പോയ കിട്ടാൻ ഞാനല്ലേ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഓഹോ, നീയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഒന്നും ചെയ്തില്ല ഇവിടെ. ഒന്നും ചെയ്തില്ല. ഇല്ല, നീ ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. നാക്കെടുത്ത കള്ളത്തനം പറയുന്നത് കേട്ടോ. വല്ലപ്പോഴും ഗൾഫിൽ ഇരുന്നിട്ട് 3,000 രൂപ 5 അങ്ങോട്ട് തരും. എന്നിട്ട് അതും 6-7 മാസം കഴിഞ്ഞാണ് അയച്ച. ആ 3,000-5,000 രൂപ വെച്ച് അവിടെ ഒരു വർഷോപ്പ് കിട്ടി, അതിനകത്ത് കുറെ ടയർ വിട്ട്, അതിനകത്ത് കുറച്ച് പല്ലിയെ വളർത്തിയല്ല. എന്റെ ഭർത്താവിനെ മാത്രം നീ പറയരുത്. അത് ഉള്ളോണ്ട് നീയൊക്കെ വെള്ളം കുടിച്ചത് അറിയാ. നിർത്ത്. മക്കളെ, ഇതൊക്കെ ഇവന്റെ ഒരു നമ്പരാണ് കേട്ടാ. നമ്പറാണ് ഞാനൊന്നല്ല, എവളായിരിക്കും. ഞാൻ എന്തോന്ന് കാണിച്ച്? നിന്റെ വീട്ടിൽ താമസിക്കണ ജാടല്ലേ എഴുതി ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നു. എന്തൊരു വൃത്തിയുടെ കേട്ടാ പറയണത്. ഞാനെപ്പ പറഞ്ഞ എന്റെ വീട് നിന്റെ വീടെന്നൊക്കെ മോശം കേട്ടാ, അനാവശ്യം പറയണത്. പൈസ കാര്യം പറയുമ്പോ പിന്നെ എന്തോ കാണിക്കണം? പൈസയാണ് വിഷയെങ്കിൽ ചേട്ടൻ വല്ല പണിക്കൂ. ഓഹോ, ഞാൻ പോണി. ഞാൻ ഗൾഫിൽ പോകാൻ പോണം. അയ്യോ, കൊറേ കേട്ടിട്ടുണ്ട് കേട്ടോ. കൊറേ കേട്ടിട്ടുണ്ടോ നീ? എന്നാ ഒന്നും കൂടെ കേട്ടോ. ഞാൻ പോണം. ഓ ശരി. എന്ത് മാമാ? ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കാണ്. എന്നെ ഒന്ന് സഹായിക്കോ ഇതൊക്കെ അടുക്കി പറക്കി വെക്കാൻ? ഓ,
വർക്ക്ഷോപ്പിൽ അടുക്കി പറിക്കാൻ കിടക്കുകയാണ്. ഞാൻ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് അടുക്കി വെച്ചിട്ട് ഇനി വരാം. എന്തോ വെക്കടാ. ഓ ശരി. മക്കളെ, അല്ല ഞാൻ ഈ വീട്ടിൽ ആരാണ്? ഏ? ഞാനേ ഈ വീട്ടിൽ ആരാണ്? മാമൻ. മാമ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോ. എന്തോന്ന്? ഒന്ന് ആലോചിച്ചോക്കളെ. ഒരു കാരണവരെ പോലെ അല്ലേ ഞാൻ? കാരണവരെ പോലെ കാരണവരാണ്. തന്നെ കാരണവർ തന്നല്ലേ? ആ. ആ അപ്പോഴേ ആ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടതാര്? മാമൻ തന്നെ. തന്നല്ലേ? ഓ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. നമ്മൾ അവിടുത്തെ വാടക പൈസ അത് എൻ്റെ തന്ന ഞാൻ എല്ലാ കാര്യവും നോക്കി നടത്തും മക്കളെ. മോനും കൊള്ളാം അച്ഛനും കൊള്ളാം. ഇതിനാണ് ഇവിടെ കറങ്ങി കറങ്ങി നിക്കണേ അല്ലേ? നടക്കൂല മാമ. അതെന്ത് മക്കളെ, എന്നെ വിശ്വാസമല്ലേ? ഒട്ടുമില്ല. ആ? ആ കിട്ടുന്ന പൈസക്ക് മൊത്തം വെള്ളം അടിച്ച് തീർക്കും മാമൻ. അയ്യോ, ഞാൻ ഇവിടെ ഒന്നും അടിക്കില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കണം മക്കളെ. അത് ഞാൻ നോക്കി നടത്തിയാൽ നടക്കൂലേ? എനിക്കൊരു കാര്യം ചെയ്യാം. 50-50 ആക്കിയല്ല. നല്ല ഐഡിയ. തോന്നുന്നു മാമ എൻ്റെ അടുത്ത് കച്ചവടം സംസാരിക്കണ. 25%. മാമന് വർക്ക്ഷോപ്പിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നല്ലേ പറഞ്ഞ? ചെല്ലും മാമ, ചെല്ല്. എന്തെങ്കിലും കിട്ടൂല.